നമസ്കാരം. എറണാകുളത്തെ TDM ഹാളിൽ വെച്ച് സാറ് നടത്തിയ ധാർമ്മിക മൂല്യങ്ങൾ എന്തിന് എന്ന പ്രഭാഷണത്തിൻ്റെ ഓരോ പാർട്ടുകളാണ് കുറച്ച് നാളായിട്ട് ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടാണ് ഇന്ന് കൊടുക്കുന്നത്. തോട്ടയ്ക്കാട്ട് ദിവാൻ മെമ്മോറിയൽ എന്ന TDM ഹാളിൽ പണ്ട് സാറ് ചെറുപ്പകാലത്ത് സാറും സഹോദരന്മാരും അവിടെ സദ്യക്ക് വിളമ്പി കൊടുക്കാനായിട്ടുള്ള ജോലിയിൽ ചെന്നിട്ടുണ്ട്. അതേ ഹാളിലാണ് ഇപ്പോൾ സാറ് മുഖ്യ പ്രഭാഷകനായിട്ട് പല VIP-കളുടെയും മുൻപിൽ വച്ച് നടത്തിയ ഈ പ്രഭാഷണം ഭാരതീയ പൈതൃകത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് സാർ അവിടെ ആ പ്രഭാഷണം നടത്തിയത്. നമുക്ക് ആ ഭാഗം ഒന്ന് കാണാം. നമസ്കാരം. ഒരു കാര്യം വ്യക്തം, രാഷ്ട്രത്തിനകത്ത് എത്ര ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടെങ്കിലും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കണമെങ്കിൽ വീട്ടിനകത്ത് അച്ഛനേക്കാൾ കൂടുതൽ അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മുത്തശ്ശിമാരുള്ള വീട്ടിലാണെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തോളും. പഞ്ചതന്ത്ര കഥകളിലൂടെ കുറെ നിയമാവലികൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നിയമാവലികൾ അടങ്ങിയിരിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്, സന്ദേശം കൊടുക്കുകയാണ്. അത് നമുക്ക് സാധിക്കും. എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം സന്ദേശങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികളുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ സാധിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, അച്ഛനായും അമ്മയായും ഭൂമിയിൽ ജീവിക്കുന്നത് വർത്താണ്. അത്രയും ഉപദേശസാരങ്ങൾ ഈ നാട്ടിലുണ്ട്. ഭർത്തഹരിയുടെ ഉപദേശസാരം വായിച്ചാൽ അൾട്രാ മോഡേൺ മാനേജ്മെന്റ് ആണ്. ഉപദേശ ശതകം എന്നും അതിന് പറയും. 100 പോയിന്റുകളുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എത്ര ഉജ്ജ്വലമായ സന്ദേശം! ധാർമ്മിക മൂല്യങ്ങള് ഭാരതത്തിൽ അനവരതം നിറഞ്ഞു നിന്നിരുന്നു. അത് ഈ കഴിഞ്ഞ തലമുറ വരെ ഉണ്ടായിരുന്നു. 1300 വർഷത്തെ വിദേശാക്രമണം കൊണ്ടും അത് നശിച്ചില്ല. പക്ഷേ 54 വർഷത്തെ സ്വദേശ ഭരണം കൊണ്ട് 1400 വർഷത്തെ വിദേശ ഭരണത്തെക്കാൾ കൂടുതൽ നശിച്ചിട്ടുണ്ട്. അന്ന് നശിച്ചത്, വിദേശാധിപത്യത്തിൽ നശിച്ചത് കുറെ ഗ്രന്ഥങ്ങളാണ്. സ്വദേശാധിപത്യത്തിൽ നശിച്ചത് ഇത് പഠിക്കാനുള്ള മാനസികാവസ്ഥയാണ്. മാനസികാവസ്ഥ ഇല്ലാതെയായാൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഗ്രന്ഥമില്ലാതെയായാൽ പ്രിന്റ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭാരതത്തിൽ ജന്മം കിട്ടിയ നമ്മള് ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യത്തെ അടുത്ത തലമുറകളിലേക്ക് കൊടുക്കാൻ നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം, ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ ആ നിമിഷത്തിന് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ജീവിക്കുക, ഉജ്ജ്വലമായി ജീവിക്കുക. ഈ പൈതൃകത്തെ ലോകമെമ്പാടുമുള്ള ജനത 2 കയ്യും നീട്ടി സ്വീകരിക്കുകയാണ്. സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാ ഭയാവഹ. സ്വന്തം ധർമ്മത്തില് നിൽക്കുന്നതാണ് ഏറ്റവും ശ്രേയസ്കരം എന്ന് പറയുന്ന ഭഗവത്ഗീതാ വരി. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠന്മാര് അവരുടെ കുടുംബത്തില് ആചാരങ്ങളും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ദിവസം ആ പ്രദേശത്ത് ധാർമ്മിക മൂല്യങ്ങൾക്ക് വിലയുണ്ടാകും. ശ്രേഷ്ഠന്മാരാണ് അത് തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഭാരതീയ ധാർമ്മിക മൂല്യങ്ങളെ പഠിച്ചും പഠിപ്പിച്ചും അവയെ ചർച്ച ചെയ്തും അടുത്ത തലമുറയിലേക്ക് കൊടുത്തും വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തും 26,500 ദിവസത്തോളം ജീവിക്കുന്ന നമ്മള് അത് കഴിഞ്ഞ് തിരിച്ചുപോയേ മതിയാവുകയുള്ളൂ. 70 വർഷം ജീവിക്കുകയാണെങ്കിൽ 60 ടൺ ഭക്ഷണം കഴിക്കും. ഈ 60 ടൺ ഭക്ഷണം കഴിച്ച് തേ ഭൂമിഭാരഭൂത മനുഷ്യരൂപേണ മൃഗാചരന്തി. ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് 60 ടൺ ഭക്ഷണം കഴിച്ച മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗം ഇവിടെ ജീവിച്ചിരുന്നു. ഇന്നലെ അത് ചത്തുപോയി. വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ ഭാരതീയമായ നമ്മളുടെ തലമുറകൾ 500 തലമുറയായി പരിരക്ഷിച്ച ധാർമ്മിക മൂല്യങ്ങളില് നന്മയുള്ളത്, അല്ലാത്തത് തട്ടിക്കളയുക. താതസ്കൂപോയ വിധിപ്രു
അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് അതിനകത്ത് ഉപ്പുവെള്ളമാണെങ്കിൽ കുടിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല വെള്ളമാണെങ്കിൽ മാത്രം കുടിച്ചാൽ മതി. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത്, വിമൃശ്യ ഏതത് അശേഷേണ യഥേച്ഛസി തഥാ ഗുരു. ക്രിട്ടിക്കലി അനലൈസ് ചെയ്തതിന് ശേഷം നിന്റെ യുക്തം മാതിരി ചെയ്യുക ഹേ അർജുന എന്ന് പറഞ്ഞത് ആചാരത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും സംബന്ധിച്ചിടത്തോളവും വസ്തുതാപരമാണ്. അതുകൊണ്ട് നന്മ നിറഞ്ഞ ധാർമ്മിക മൂല്യങ്ങൾ, ആചാരങ്ങൾ നിത്യജീവിതത്തില് ജീവിതത്തിന്റെ ഭാഗമായിട്ട്, അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അത് ജീവിതമാകുന്നത്. ഒരുമിച്ചുള്ള ആ അസ്തിത്വം, ദാറ്റ് ഈസ് സഹനാഭവതോ സഹനൗ ഭുനക്തോ സഹവീര്യം കരവാവഹൈ. ത്രൂ ദാറ്റ് തേജസ്വിനാവധീതമസ്തു. ത്രൂ ദാറ്റ് മാ വിദ്വിഷാവഹൈ. ആരോടും ദേഷ്യമില്ലാത്തൊരവസ്ഥ. ആനോ ഭദ്രാ കൃതവോ യന്തു വിശ്വത. ലെറ്റ് നോബിൾ തോട്ട്സ് കം ഫ്രം ഓൾ ദ സൈഡ്സ് ടു മൈ ഫാമിലി. ആ ഫാമിലിയുടെ ബന്ധം, ബന്ധമുള്ള സമൂഹം, ബന്ധമുള്ള സമൂഹത്തിൽ നിന്നൊരു രാഷ്ട്രത്തിന്റെ വളർച്ച, അത് സാധ്യമാണ് എന്ന് തെളിയിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം. നമ്മുടെ ഹൃദയത്തില് ഈ ബന്ധം, ഈ സംസ്കാരം, ഈ ആചാരം, ഈ വിചാരം, ഈ വിശ്വാസം അത് നിലനിൽക്കുന്നു. അച്ഛനോടും അമ്മയോടും ബന്ധുക്കളോടുമുള്ള അഹം ബ്രഹ്മാസ്മി എന്ന ഈശ്വര ചൈതന്യത്തിന്റെ കുടുംബമാണ് എന്റേത്. തത്വമസി, നിന്നിലും ആ ചൈതന്യമുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വയം വേദനിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് പോലെ നിന്നെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് എന്റെ ധർമ്മത്തിന്റെ ഭാഗമാണ് എന്ന് അസന്ദിഗ്ധമായി ഈശ്വര സങ്കല്പത്തിലൂടെ ഡിക്ലെയർ ചെയ്ത ഈ സംസ്കൃതിയുടെ ചൈതന്യം അടുത്ത തലമുറയിലേക്ക് പകരാൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭാരതീയ ചിന്താധാരയുടെ ആചാര വിചാര സങ്കല്പങ്ങൾ നമ്മളുടെ പൈതൃകമായി വർത്തിക്കുമ്പോൾ അത് നശിച്ചു പോകാൻ അനുവദിക്കരുത്. അടുത്ത തലമുറയിലേക്ക് കൊടുക്കണം. ഈ ധർമ്മത്തെ സംരക്ഷിക്കണം. ഒരു കാര്യം ഉറച്ച വസ്തുതയാണ്, ഈ രാഷ്ട്രത്തിന്റെ പൈതൃകവും സനാതന ധർമ്മവും സംരക്ഷിക്കേണ്ടത് അതിന്റെ ആരാധകരുടെ, അനുശാസകരുടെ ധർമ്മമാണ് എന്നോർത്ത് ആ ധർമ്മത്തെ സംരക്ഷിക്കാൻ ജഗദീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് 1965-നും 1975-നും ഇടയ്ക്ക് തോട്ടക്കാട്ട് ദിവാൻസ് മെമ്മോറിയൽ ഹാളില് ഞാനും എന്റെ സഹോദരന്മാരും എന്റെ അച്ഛനും പാചകക്കാരായി വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വന്ന് ഈ 10 വർഷത്തെ ബന്ധം ഇന്ന് വീണ്ടും ഒന്ന് പുതുക്കാൻ സാധിച്ചത് ജഗദീശ്വര അനുഗ്രഹമായി കാണുന്നു. അന്ന് ഇവിടെ നടക്കുന്ന എല്ലാ കല്യാണങ്ങൾക്കും വിളമ്പിക്കൊടുക്കുന്ന കാശ് കൊണ്ടാണ് മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയത്. അന്ന് TDM ഹാളില്, TDM ഹാൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് 10 വർഷത്തോളം ഉണ്ടായിരുന്നു. 65 മുതൽ 75 വരെ അവിടെ വന്ന് ഇപ്രകാരം ഒരു സംതൃപ്തി തോന്നുന്ന, ചാരിതാർത്ഥ്യം തോന്നുന്ന, ഇത്രയും നിറഞ്ഞ സദസ്സില് ചിരിച്ചുകൊണ്ടുള്ള മുഖം നോക്കിക്കൊണ്ട് ഈ കർമ്മം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി, കണ്ണിന്റെ ഉള്ളിൽ നിറഞ്ഞ വെള്ളത്തോടുകൂടി ഞാൻ നന്ദി സ്മരിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം അർപ്പിച്ചുകൊണ്ട്